ചേവായൂരിലെ തിരുത്തിയാട് ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവമായിരുന്നു. ഉത്സവം കൂടുകയായിരുന്ന സൂരജിനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോകുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. ക്രൂരമായി മർദ്ദനമേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു. മായനാട് സ്വദേശിയായ മനോജും മനോജിന്റെ മക്കൾ വിദേശ്, അജയ് എന്നിവർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ കൂടാതെ 6 പേരെ കൂടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജിന്റെ സുഹൃത്തും കസ്റ്റഡിയിലുള്ള മറ്റു 2 പ്രതികളും തമ്മിൽ കോളേജിൽ വെച്ച് കാറ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൽ ഒരിടയ്ക്ക് സൂരജ് ഇടപെട്ടു. അവിടെ മുതലാണ് വൈരാഗ്യം മൂർച്ഛിക്കുന്നത്. എന്നാൽ സൂരജിനെ വകവരുത്താൻ തയ്യാറെടുത്തത് ഇന്നലെയാണ്. വകവരുത്തുക എന്നതായിരുന്നു ഉദ്ദേശമെന്ന് പോലീസും പറഞ്ഞു. കോളേജിലെ ഗ്രൗണ്ടിൽ ഒരു പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായിരുന്നു. അത് കാറ് ഗ്രൗണ്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറ് കയറ്റണം എന്ന് പറഞ്ഞ തർക്കമുണ്ടായി. പല കുട്ടികളും കാറ് കയറ്റാറില്ല. കാറ് കയറ്റേണ്ട തീരുമാനം അവിടെ ഉണ്ടായിരുന്നു. അതിന് വിരുദ്ധമായിട്ട് കാറ് കയറ്റുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട്. അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നൊരു തർക്കം അവിടെ നിലനിന്നിരുന്നു. ഇത് കേവലം ഒരു കോളേജിലെ ഒരു പാർക്കിങ്ങുമായിട്ട് തർക്കം, അത് വളർന്ന് ഇപ്പം കാണുന്ന വയലൻസ് അതിൻ്റെ രീതിയിലേക്ക് വളർന്ന് അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ട് ഇതിനെപ്പറ്റി തർക്കം ഉണ്ടാവുകയും പിന്നീടത് അവരുടെ ബന്ധുക്കളും ഒക്കെ ഏറ്റെടുക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്ന രീതിയിലേക്കുള്ളൊരു ഇൻസിഡൻറ്റിലാണ് ഇങ്ങനൊരു മർഡറിലേക്ക് നീങ്ങിയത് എന്നാണ് പ്രാഥമിക വിവരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അക്രമികളെത്തിയത് കൊല്ലപ്പെട്ട സൂരജിന്റെ സുഹൃത്തായ അശ്വന്തിനെ മർദ്ദിക്കാനെന്നാണ് സൂരജിന്റെ സുഹൃത്തായ പ്രത്യുഷ് പറയുന്നത്. പിടിച്ചുമാറ്റാൻ പോയതായിരുന്നു സൂരജ്. അശ്വന്തും പ്രതികളും നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നുവെന്നും പ്രത്യുഷ് പറയുന്നു. അശ്വന്തിനാണ് ഓല് വന്ന് തച്ചത്. അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ. സൂര്യനെ എല്ലാവരും ചവിട്ടി. വിജയ്, അജയ്, അവൻ്റെ അച്ഛൻ മനോജ്, അത് കുറെ ഉണ്ട്. പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ തമ്മിൽ തല്ലി തീർക്കാമെന്നായിരുന്നു മനോജ് പറഞ്ഞതെന്ന് സൂരജിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ഞങ്ങൾ പുറത്തേന് അത് ഒരു റോഡ് സൈഡിൽ നിന്ന് ലേശം ഉള്ളോട്ട് താഴോട്ട് ഇറങ്ങിയുള്ള സ്ഥലം. അവരെല്ലാവരും തച്ച് അവനെ ഉള്ളോട്ട് കൊണ്ടുപോയി. ഞങ്ങളാരും ഉള്ളോട്ട് വിട്ടില്ല. അവരാരും കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ പുറത്തന്നെ നിൽക്കുകയും അതാ സംഭവം. അന്ന് കറക്റ്റ് കാണാനില്ല. രാത്രി ഇരുട്ടതിനെ കൊണ്ട് കറക്റ്റ് കാണാനും പറ്റിയില്ല. അച്ഛനും മക്കളും കൂടിയാണ് വന്നത്. അന്ന് അച്ഛൻ തന്നെ പറഞ്ഞാൽ അടിച്ച് തീർത്തോളി മക്കളെ പറഞ്ഞിട്ട് ഞങ്ങളെ മക്കൾ റെഡിയാണ്, നിങ്ങളത് അടിച്ച് തീർത്തോളിയുള്ള രീതിയിൽ അച്ഛൻ പിന്നെ ഈ ഇതൊക്കെ കയറി പിടിക്കുകയും ഒക്കെ ചെയ്ത് അന്നപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചതും എല്ലാവരും കൂടെ കയറി എല്ലാവരും തക്കുകയും ചെയ്തത്. അതേസമയം ഇന്നലെ രാത്രി സംഘർഷമുണ്ടായതിന് പിന്നാലെ മനോജിന്റെ വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്തുണ്ടായിരുന്ന കാറും ഒരു സംഘം ആളുകളെത്തി തകർത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ സുഹൃത്തുക്കളുടെയും മറ്റും കൂടുതൽ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. 1.5 മാസം മുൻപാണ് താമരശ്ശേരിയിൽ ഷഹബാസിനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇതാ ഒരു സൂരജ് കൊലപാതകം നടന്നിരിക്കുന്നു. ഇതിലും കുടുംബം ആവശ്യപ്പെടുന്നത് പഴുതടച്ച അന്വേഷണം മാത്രമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.